സാമുവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവചനം. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ ഭാഗ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ നെഞ്ചിലേക്ക്, ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് നോക്കുന്ന ദൈവം. ആ ദൈവത്തിന് മുമ്പിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ലോകത്തിന് മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ അഹങ്കരിക്കാറുണ്ട്. എനിക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്, സൗന്ദര്യമുണ്ട്, വിദ്യാഭ്യാസം, ജോലി, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ, നല്ല കുടുംബ മഹിമയുണ്ട്, സമ്പാദ്യമുണ്ട്, സ്വത്തുണ്ട്, ചെയ്ത പ്രവർത്തികളും ജീവിതത്തിൽ നേടിയ നേട്ടങ്ങളും പിടിച്ചടക്കിയ വെട്ടിപ്പിടിച്ചതൊക്കെ വെച്ചിട്ട് നമ്മൾ വലിയ പുള്ളിയാണെന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, നമ്മളതിൽ അഹങ്കരിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ നെഞ്ച്, നമ്മുടെ ഹൃദയം എത്രമാത്രം വിശുദ്ധിയിലാണ്, എത്രമാത്രം നമ്മുടെ ഹൃദയം ശുദ്ധിയിലാണ്. നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് നോക്കുന്ന തമ്പുരാൻ്റെ മുമ്പിൽ നമ്മളൊക്കെ എത്ര ശുദ്ധ ഹൃദയത്തോടെയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒന്നിനും പരാജയപ്പെട്ടിട്ടില്ല, ഞാനെല്ലാം ജയിച്ചിട്ടേ ഉള്ളൂ, എല്ലാം പിടിച്ചടക്കിയിട്ടുള്ളതേ ഉള്ളൂ എന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ നെഞ്ചിൽ നിന്ന് പറയട്ടെ, ഞാൻ ഒത്തിരി പരാജയപ്പെട്ട വ്യക്തിയാണ്, ഒത്തിരി തകർന്നിട്ടുണ്ട്, ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ വലിയൊരു ബോധ്യം എന്ന് പറയുന്നത്, ഈ തളർച്ചയിലൊന്നും, ഈ പരാജയത്തിലൊന്നും ഞാൻ തളർന്നിട്ടില്ലെന്നുള്ളതാണ്. അതിൻ്റെ കാര്യം എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? എനിക്ക് ഒത്തിരി പരാജയങ്ങൾ വന്നിട്ടുണ്ട്, ഒത്തിരി വീഴ്ചകൾ വന്നിട്ടുണ്ട്, എന്നെ പലരും ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ പലരും തിരസ്കരിച്ചിട്ടുണ്ട്, എനിക്കെതിരെ അപവാദം പറഞ്ഞിട്ടുണ്ട്, എനിക്കെതിരെ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒന്നിലും പരാജയപ്പെട്ടിട്ടുണ്ടോ? പക്ഷെ ഞാൻ തളർന്നു പോയിട്ടില്ല, എൻ്റെ ദൈവം കൂടെയുള്ളതിനാലെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? സങ്കീർത്തനം എങ്ങനെയാണ് പറയുന്നത്? 38-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാം തിരുവചനത്തിൽ സങ്കീർത്തനം പറയാം, കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്ക് അറിയാമല്ലോ, എൻ്റെ തേങ്ങലുകൾ അങ്ങേക്ക് അജ്ഞാതമല്ലല്ലോ എന്നാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ പോലും അറിയുന്ന, നമ്മുടെ തേങ്ങലുകൾ പോലും അറിയുന്ന, നമ്മുടെ കണ്ണീർത്തുള്ളികൾ ഇങ്ങനെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുള്ള തമ്പുരാൻ്റെ മുമ്പിലല്ലേ ഞാനും നിങ്ങളും ഉള്ളത്. പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? അവൻ കൂടെയുള്ളപ്പോൾ നമ്മളൊന്ന് എത്ര വലിയ പരാജയങ്ങളോ വീഴ്ചകളോ കുറവുകളോ വന്നാലും എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുള്ളതുകൊണ്ട് ഞാൻ തളർന്നു പോകില്ല. ഞാൻ വീണ്ടും എണീക്കും, ഞാൻ വീണ്ടും ഓടും, ഞാൻ ജയിക്കും. ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് വരാൻ വേണ്ടി സാധിക്കണം. തമ്പുരാനെ ഇങ്ങനെ നെഞ്ചിനകത്തുള്ള കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിക്കോട്ടെ, തെറ്റിദ്ധാരണകൾ ഉണ്ടായിക്കോട്ടെ, പലരും നമ്മളെ തെറ്റിദ്ധരിക്കും. നമ്മൾ ചെയ്ത ശരികൾ പലപ്പോഴും മറ്റുള്ളവർക്ക് തെറ്റുകളായിട്ട് തോന്നാം. പലരും നമ്മളെ ഒറ്റപ്പെടുത്താം, പലരും നമ്മളെ തിരസ്കരിക്കാം. പക്ഷെ തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള വലിയ വിശ്വാസവും ബോധ്യവും നമുക്ക് വേണം. പ്രിയമുള്ളവരെ, അങ്ങനെ നമുക്കില്ലെങ്കിൽ അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഓരോ പ്രഭാതത്തിലും നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ ആ കൂടെയുള്ള ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം. അപ്പോൾ ദാവീദിനെ പോലെ എൻ്റെ ഹൃദയത്തിന് ചേർന്നവനെന്ന് പറഞ്ഞിട്ട് തമ്പുരാൻ നമ്മളെ തിരഞ്ഞെടുക്കുന്നത്, തമ്പുരാൻ നമ്മളോട് കൂടെയായിരിക്കുന്നത്. ഈശോ എല്ലാവരെയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.